Hello guys, welcome back to our YouTube channel, Two Countries. I'm Ashwati. It's me Tejas. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഒരുപാട് കപ്പിൾ ചാനൽസ് ഉള്ള ഈ യൂട്യൂബ് ലോകത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ചളിയോ തള്ളവൈബോ തന്തവൈബോ ഈ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ ആസ്വദിക്കണം, ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് ഒരുപാട് ലാഗ് എടുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കപ്പിൾ ഗെയിമാണ്, ടു ടെസ്റ്റ് ഹൗ വിൽ വി നോ ഈച്ച് അതർ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേട്ടൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം യാതൊരു ഐഡിയ ഇല്ല എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ഒരു റാപ്പിഡ് ഫയർ പോലെയാണ്. ഞാൻ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തെന്നാണ് എൻ്റെ വിചാരം. ഗൈസ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എന്താവുമെന്ന് നോക്കാം. അപ്പൊ ഗൈസ് ഞാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ, വാട്ട്സ് മൈ ഫേവറേറ്റ് മെമ്മറി ഓഫ് ആസ് ടുഗദർ? നമ്മൾ ഒരുമിച്ചുള്ള ഫേവറേറ്റ് മെമ്മറി, എന്റെ ഫേവറേറ്റ് മെമ്മറി, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട്, അതെന്താണ്? ഐഫോൺ വാങ്ങിച്ചത്. കറക്റ്റ് ആണ് ഗൈസ്, ആൻസർ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി എന്റെ ക്വസ്റ്റ്യൻ നോക്കിയ ഇല്ല, ഞാൻ നോക്കിയില്ലേ. 1.5 ലക്ഷം രൂപ ഫോൺ വാങ്ങിച്ചു കൊടുക്കാം, പിന്നെ അതല്ലേ. നെക്സ്റ്റ് ചേട്ടൻ. ഓക്കെ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ്. എന്റെ ബൈക്കിന്റെ നമ്പർ എത്രയാണ്? എന്റെ അപ്പാച്ചി ബൈക്കിന്റെ അതിൽ നോക്കാൻ പാടില്ല. ഗൈസ് KL01 CL KL01 ഞാൻ KL26 ആണ്. നേരെ നോക്കണമെങ്കിൽ 73. ഇവിടെ 5-6 വണ്ടികളുണ്ട് ഗൈസ്, ഒരു വണ്ടിയൊന്നുമല്ല, ഒരു 4-5 ബൈക്ക് ഉണ്ട് ഗൈസ്. 73-46. എനിക്ക് അറിയൂല. 73-46 ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് ഗൈസ് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ഇൻസ്റ്റാഗ്രാം. ഉറപ്പിച്ചോ? ഗൈസ് തെറ്റാണ്, ഞാൻ യൂട്യൂബിലാണ് ഒരുപാട് സ്പെൻഡ് ചെയ്യാറ്. ഇൻസ്റ്റാഗ്രാം സ്പെൻഡ് ചെയ്യുന്ന ചേട്ടനാണ്, ഞാൻ യൂട്യൂബാണ്. സ്റ്റഡീസ്, ഐഫോണിന്റെ കുറച്ച് സാധനങ്ങൾ നോക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഐഫോൺ ഇപ്പോഴാണ് കിട്ടിയെങ്കിലും പക്ഷെ ഞാൻ യൂട്യൂബാണ് ഗൈസ് ഒരുപാട് നോക്കാറുള്ളത്. അല്ല ഗൈസ് 0-0. അപ്പൊ 1-1 ആയി ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് ഗൈസ് ചോദിക്കാൻ പോകുന്നത്. അച്ഛൻ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഓർമ്മയുണ്ട് ഉണ്ടല്ലോ? അന്ന് ഞാൻ നിനക്ക് റോസ് തന്നു. ഒന്നല്ല, ഒരുപാട് റോസ്. അതിന് എത്ര റോസ് ആണ് നിനക്ക് തന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഗൈസ് അന്ന് എനിക്ക് 1 വേ ലവ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ റോസിന്റെ കണക്കൊന്നും എണ്ണിയില്ല. കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ബീജ ഞാൻ ഇടാം ഗൈസ്. ഞാൻ അതിന് ചേട്ടന് ഓർമ്മയുണ്ട് എത്ര റോസ്? ഞാനൊരു ഓൾമോസ്റ്റ് പറയാം ഗൈസ്. 12 അല്ല ഗൈസ് 8. ഞാനൊരു 3 റോസ പോയ കൊടുത്തോളൂ. 3 റോസ് തന്നെ 4 റോസ് തന്നോളൂ. അത് വലുതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് തെറ്റിരിക്കുകയാണ്, എനിക്കാണ് പോയിന്റ് 12. അപ്പൊ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കാൻ പോകുന്നത്. എന്റെ അമ്മയുടെ ഫുൾ നെയിം. ഫുൾ നെയിം പറഞ്ഞാൽ എനിക്ക് എന്തേലും? വിജയലക്ഷ്മി നെയിം, ഫുൾ നെയിം. അതല്ലേ നെയിം, ഫുൾ നെയിം. ഇനിഷ്യൽ വിജയലക്ഷ്മി. അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ പേര് വിജയലക്ഷ്മി ആർ. യെസ് ഗൈസ് പൊട്ടത്തെറ്റാണ് ഗൈസ്. വിജയലക്ഷ്മി VS. എന്റെ അമ്മയുടെ പേര് പോലും അറിയില്ല, ഉച്ചയ്ക്ക് ചോറ് തരൂല ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുമ്പോഴാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ളത് വീട്ടില് അത് കഴിഞ്ഞിട്ട് തിന്നുന്നതാണ് ഗൈസ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചതല്ലേ. ഉദാഹരണം എന്ത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടം. എന്റെ കൂടെ നടക്കണേരിക്കണം,
അതല്ല നമ്മൾ തമ്മിലുള്ള കാര്യമാണോ അതോ കുറച്ച് മാറ്റി പറയാം നമ്മളെ പൊട്ട ക്വസ്റ്റ്യൻ ഇത് നിർത്തില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം? ഗൈസ് അത് ഏത് പട്ടിക്കുറ്റി എന്റെ വീട്ടിലെ പട്ടിക്കറിയാം ഗൈസ്. ഫുഡ് കഴിച്ചു ഉറങ്ങാനാണ് ഗൈസ് ഇഷ്ടം. കുംഭകർണനെ തോപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരും ജനിച്ചിട്ടില്ലതായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹൈസ്കൂൾ പഠിച്ച സ്കൂളിന്റെ പേര്. ഹൈസ്കൂൾ പഠിച്ച സ്കൂളിന്റെ പേര്. പ്ലസ് 1 പ്ലസ് 2 പഠിച്ച സ്കൂളിന്റെ പേര്. അല്ലേ പ്ലസ് 1 പ്ലസ് 2. അപ്പൊ എനിക്ക് എത്ര പോയിന്റ്? 2 പോയിന്റ് ആയില്ലേ? പ്ലസ് എന്ന് പറയുമ്പോ നീ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ അറിഞ്ഞോളെന്ന് പറഞ്ഞ പ്ലസ് 1 പ്ലസ് 2 ഗൈസ് അറിഞ്ഞൂടാ. ഇനി വീഡിയോ നാളെ ആവും ഗൈസ്. അപ്പൊ ഞാൻ തന്നെ പറയാം MMR വീരമൻകര. അതും ഇല്ലായിരുന്നൂടെ ഗൈസ്. അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടാ. അപ്പൊ എനിക്ക് എത്ര പോയിന്റ്? 3 പോയിന്റ്സ് ആയി. ഞാനാണ് ഇപ്പൊ മുന്നേറിയിരിക്കുന്നത് ഗൈസ്. ഞാൻ പെണ്ണ് കാണലിന് വന്നപ്പോ ഇട്ട ഷർട്ടിന്റെ കളറല്ല, ഞാൻ ഇട്ട ഷൂസിന്റെ കളർ എന്താണ്? എനിക്കറിയാം ഗൈസ്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്. രണ്ട് കളർ ഷൂ കാര്യം. എന്റെ മോശമാണ്. ഞാൻ കൊണ്ടൊരു ഇവിടെ പോയപ്പോ ടാറ്റയെ കാണിച്ചല്ലേ, അടിയിൽ നോക്കിയില്ലേ മോന്റെ നോക്കിയോളൂ. വീഡിയോ നീണ്ടു പോവാതുകൊണ്ട് ഞാൻ ഞാൻ പറയാം. ബ്ലൂ. നോ ബ്ലാക്ക്. ബ്ലൂ ഒന്നും ഞാൻ കഴിവില്ല. കൈ കിട്ടിയ ബ്ലാക്ക് എടുത്തുള്ള ഞാൻ വന്നു. ഞാൻ ബ്ലാക്ക് പറയാൻ വന്നായിരുന്നു. പോട്ടെ. അപ്പൊ എത്ര ലീഡിങ് ആരാണ്? ഞാനല്ലേ? ഒരു മൊമെന്റ് നമ്മൾ എപ്പോ ആലോചിച്ചാലും നമ്മൾ പൊട്ടി പൊട്ടി ചിരിക്കുന്ന ഒരു മൊമെന്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ആണ്. അത് ഏതാണ്? ക്ലൂ ആണെങ്കില് കല്യാണം കഴിഞ്ഞ് അടുത്തിടെ, നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് അടുത്തിടയ്ക്ക് നടന്ന ഒരു മൊമെന്റ് ആണ്. ഒരു ഹണിമൂൺ ആ ഒരു ടൈമിലൊക്കെ ഫ്ലൈറ്റ് കയറാൻ പോയപ്പോഴാണ്. മണാലി ചെന്നപ്പോ ഹിന്ദിക്കാരുടെ അടുത്ത് ഞാൻ മലയാളം പറഞ്ഞ് അവരുടെ കൂടെ ബട്ടൂര് അടുപ്പിച്ച് ഗൈസ് അവിടെയുള്ള ഹിന്ദിക്കാരെല്ലാം മലയാളം പഠിപ്പിച്ചിട്ടാണ് വന്നത്. അത് ഒരിക്കലും ഇപ്പൊ നമ്മൾ പറയുമ്പോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ചു വരുന്നതിന് മുന്നേ മലയാളം പഠിപ്പിച്ചിട്ടാണ് വന്നത്. ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദിയൊക്കെ അത് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ്. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കണം. നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേറ്റ്, മന്ത്, ഇയർ പറയൂ. ഡിസംബർ 17, ഇൻ ബിറ്റ്വീൻ 10 and 11. ഒരു 10. പിന്നെ മന്ത് ഡിസംബർ പറഞ്ഞു. ഡിസംബർ 17. പിന്നെ എന്ത് വർഷം? 2021. 2022 ഗൈസ്. ആർക്കെങ്കിലും പറയുമ്പോ തെറ്റിപ്പോ. 2000 പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു ഗൈസ്. മാർക്ക് കൊടുത്തേക്കാം. 2022. അപ്പൊ എനിക്ക് എത്ര പോയിന്റ്? ചേട്ടാ എനിക്ക് 3. അല്ല 4 ആയി. എനിക്ക് 4. സോറി. 4 ഗൈസ്. അപ്പൊ ഈക്വൽ ആണ് ലീഡിങ്. എനിക്ക് തോപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും തോപ്പിക്കും ഗൈസ്. ഏത് പാട്ടാണ്, ഏത് ഫിലിം സോങ് ആണ് നമ്മുടെ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ? തീർന്നില്ല ഗൈസ്. ഏത് ഫിലിം സോങ് ആണ് നമ്മളെ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്? ആ സോങ്ങിന്റെ ലിറിക്കില് നമ്മളെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഏത് ഫിലിം സോങ് ആണെന്ന് പറയണം. നമ്മളെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ആ സോങ്ങിന്റെ ലിറിക്കിലുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്.
ഇതിനേക്കാൾ കല്യാണ സമയത്തുള്ളതാണ്. അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഹായ് ചക്ക 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 ഹേത്തു അങ്ങനെ പാട്ടുണ്ടല്ലേ? ആ പാട്ടില് എന്തോ റിലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളുടെ ലിറിക്ക ആ പാട്ടിൽ എവിടെയൊക്കെ ഉണ്ട്. ദിലീപിന്റെ ആണോ? തമിഴ് സോങ് ആണ്. വിജയ് പാട്ടാണ്. അതിന് ഞാൻ പാട്ടും കൂടെ പാടിത്തരാം. നമ്മൾ മീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സോങ് ആണ് ഗൈസ്. ഇനിയില്ല 1 2 3 4 5 തോറ്റ് പൊട്ടി. വെള്ളിക്കാകുമ്പോ 10 ഒന്ന് പാത്തേനെ ഗൈസ്. ഒരു വെള്ളിയാഴ്ച 10-12 ആ ഒരു ടൈമിന് ഇടയ്ക്കാണ് ഞാൻ കണ്ടത്. അതാ കറുപ്പാന കയ്യാല് പാട്ടിന്റെ ഇടയ്ക്ക് എപ്പോഴും പാടുന്നതാണ് ഗൈസ്. മണ്ടനാഥൂടെ പോട്ടെ. അപ്പൊ ഞാനാണ് ഗൈസ് ലീഡിങ്. ഞാനാണ് ലീഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. My favorite actor in Tamil. അയ്യോ കക്കയ്ക്കും പച്ചയ്ക്കും ആറ്റിങ്ങൽ തൊട്ട് തിരുവനന്തപുരം ഉള്ള എല്ലാ കക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാം ഗൈസ്. വിജയ്. അപ്പൊ ആറ്റിങ്ങൽ തളപതി. ഓക്കെ അപ്പൊ ലീഡിങ് ഞാനാണ് ഗൈസ്. 5 പോയിന്റ്സ് ആയിരിക്കും. 4 പോയിന്റ്സ്. 5 പോയിന്റ്സ് ആയിട്ട് ഞാനാണ് ഗൈസ് ലീഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ക്വസ്റ്റ്യൻ തീരാറായി. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളു ബാക്കി. എന്റെ ഫേവറേറ്റ് സോങ് ഇതല്ല അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ടാണ് എനിക്ക് ലീഡിങ്. ഞാൻ പറയാ tough question. My favorite cricket player. സേവാഗ്. MS ധോണി. ഞാൻ മാറ്റി. ഇല്ല ഗയ്സ് ഇല്ല. അമ്മയുടെ എന്റെ ജേഴ്സി മൊത്തം 7 ആണ്. അമ്മയാണ് അത് ജേഴ്സി 7 ആണ്. പക്ഷേ ഫേവറേറ്റ് പ്ലെയർ ആരാണ് പറ? വീരേന്ദർ സെഹ്വാഗ്. അപ്പൊ 6 കിട്ടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അതുകൊണ്ട് ഓർമ്മ. ഗൈസ് നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഞാനാണ് ലീഡ് ചെയ്തത്. അപ്പൊ ഞാനാണ് വിന്നർ. പക്ഷെ പാവം ഗൈസ് മുഖം കണ്ടിട്ടൊരു സഹതാപം തോന്നിട്ട് ഒരു ചാൻസ് കൊടുക്കാം. അപ്പൊ ടൈ ആവുമല്ലോ. അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. ചെയ്യട്ടെ? നമ്മുടെ ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? അതല്ല ഇതിങ്ങനെയൊന്നും അല്ലടാ. നമുക്ക് പോണ്ടേ? അതാണ് ഗൈസ്. അപ്പൊ നമ്മൾ ലീഡ് ചെയ്തിരിക്കുന്ന 2 countries. അപ്പൊ എങ്ങനെയൊക്കെയോ നമ്മൾ ആൻസർ ഒക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വേണോ വേണ്ടെന്നും കൂടെ ഇടണം. ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കണം. എത്ര വേണ്ടത് നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സംഭവങ്ങളും ഈ അറിയാന്നുള്ളവർ എന്തൊക്കെയാണ് പറയണം അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത എവിടെയും എന്തായാലും വരുന്നത്. അടുത്ത വീഡിയോ ഇട്ട് വരാം.